അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. അന്തിമയങ്ങിയിട്ടും കുഞ്ഞാഞ്ഞേ അപ്പനെ കാണാലെടാ. അവരുന്നതല്ലേ ൻ്റോമനെ നമ്മുടൊരപ്പനെ. വാടിത്തളർന്നല്ലേ കുഞ്ഞാഞ്ഞേ അപ്പൻ്റെ യാവരവേ. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. ഏറെ നാൾ കഴിഞ്ഞപ്പോഴേ കുഞ്ഞാഞ്ഞേ അപ്പൻ്റെ പാട്ടു കേട്ടേ. നെഞ്ചത്തടിക്കണുണ്ട് അമ്മയുടെ നിലവിളിയുയരണുണ്ട്. മാനത്ത് ചക്കിപ്പരുന്തെല്ലാം പാറും പോലെ അപ്പനും വന്നിറങ്ങും. എന്തൊരു വിധിയാണത് ദൈവങ്ങളെ, ഞാനെന്തു തെറ്റു ചെയ്തേ. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്ട. ഹായ്, നമസ്കാരം. നമസ്കാരം. ബ്രഹ്മദത്തൻ അല്ലേ പേര്? ഒരു വ്യത്യസ്തൊരു പേരാണ്. അതെ അതെ. ഈ ബ്രഹ്മദത്തൻ എന്നുള്ള പേര് ഇടാനുള്ള എന്തെങ്കിലും കാരണം ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കാരണം നല്ലൊരു പ്രത്യേക പേരാണ്. സ്കൂൾ സ്കൂൾ ഈ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ അല്ല, അപൂർവ ആൾക്കാർക്ക് മാത്രം ബ്രഹ്മദത്തൻ എന്നുള്ള പേര്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അച്ചാച്ചൻ, അമ്മാമ്മ. ഈ പാട്ട് മേഖലയിൽ, അതായത് ഇതുപോലെ നാടൻപാട്ട് മേഖലയിലോ അല്ലെ സംഗീത അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? അതായത് അച്ഛൻ്റെ ടീമുണ്ട്. അച്ഛൻ തെയ്യാട്ടം, നാടൻ കലാസമിതി പറഞ്ഞ ടീമിന്റെ ഒരു മാനേജറാണ് ആള്. അങ്ങനെ ആള് മുഖേന എനിക്ക് കടക്കാനുള്ളൊരു അവസരമാണ്. എന്താ ചെയ്യുന്നത്? പഠിക്കണ്? ഞാൻ പഠിക്കുന്നത് പ്ലസ് വൺ അല്ലേ? ഏത് സ്കൂളിലാണ്? നമ്മള് മുപ്ലിയം. അപ്പൊ ബ്രഹ്മദത്തിന്റെ കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ കൊടകരന്ന് കുറച്ചും കൂടി വരുമ്പോ മുട്ടപ്പള്ളി എന്ന് പറയും. മുട്ടപ്പള്ളി, അവിടെയാണ്. സ്വന്തം നാടൻപാട്ട് രൂപീകരിച്ചിട്ടുണ്ടെന്നൊക്കെ. നാടൻപാട്ട് ടീമുണ്ട് സ്വന്തമായിട്ട്. നാടൻപാട്ട് ടീം ആദ്യം ഉണ്ടല്ലേ? എത്ര വർഷമായിട്ടുണ്ട്? അതായത് ഞാനതൊരു 4-5 പഠിക്കുമ്പോ ഞാൻ തുടങ്ങി. അത് ഒരു പ്രത്യേകത ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ, ഏകദേശം ഒരു 16-17 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രം. അത് കൊട്ടാനൊക്കെ അവർ തന്നെയാണ്, എല്ലതും അവർ തന്നെ. വേഷങ്ങളൊക്കെ ആടാ അങ്ങനെ എല്ലാം വ്യത്യസ്തമാണല്ലോ. ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. 3 ഫീമെയിൽ. അതും ഇതേപോലെ ചെറിയ ആൾക്കാരാണ്. ആരും വലിയവരും അങ്ങനെ ആവുമ്പോ നമുക്ക് പ്രോഗ്രാം കിട്ടുന്നുണ്ടോ? പിന്നെ കിട്ടുന്നുണ്ട്. ബ്രഹ്മദത്തിന്റെ ഒരു പാട്ട് വൈറലായി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ അത് ആരാ പാടിയെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരാന്ന് കറക്റ്റ് അറിഞ്ഞിരുന്നില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അതായത് അവന്റെ പേര് കടുക്കൻ. അവൻ എന്നോട് പറഞ്ഞത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. അതെ, അവന് ശരിക്കും പേരെന്താ? വിജീഷ് കടുക്കൻ എന്നിട്ടാണല്ലോ. ഓക്കെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാനും കടുക്കൻ. അപ്പൊ ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയോ? എഴുതാനുള്ള ഒരു സാഹചര്യം? ആ പാട്ട് എഴുതാന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ക്രേസ് കയറി ഞാനൊരു ദിവസം ഉണ്ടാക്കി എഴുതി. പിന്നെ അതിങ്ങനെ പാടിയിട്ടു. പിന്നെ ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങി. അങ്ങനെ എന്നെ വിളിച്ചു. ആദ്യം ഈ പാട്ട്
പാടിയിട്ട് ഇടുകയാണ് ചെയ്തത് അതോ വീഡിയോ ആയിട്ട്? അതായത് വീഡിയോ ആയിട്ട് ഇടാൻ ചെയ്തു. കാരണം 31 മീഡിയ എന്ന് പറഞ്ഞ മീഡിയയിലേക്കാണ് എന്നെ വിളിച്ചത് ആദ്യമായിട്ട്. അപ്പൊ അത് മുഖേന തന്നെ ഇട്ടത്. അത് പാട്ട് വൈറലാവാൻ എങ്ങനെയാണ്? അത് എങ്ങനെയാണ് വൈറലായത്? സ്റ്റേജിമേ പാടിയിട്ടാണ് വൈറലായത്? അതങ്ങനെ തന്നെ. ഇപ്പൊ സ്റ്റേജുകാരാണ് മൊത്തം പാടുന്നത്. അതെ അതെ. അപ്പൊ അവരാ രണ്ടുപേര് വെച്ച് പാടും, പിന്നെ തുടങ്ങും. അങ്ങനെയാണ് പാടി. ശരി. ആദ്യം നിങ്ങൾ തന്നെ പാടിയത് അല്ലേ? ആദ്യം ഇങ്ങനെ കൈമാറി ഇങ്ങനെ പോയി. അതിനുശേഷമാണ് പിന്നെ വീഡിയോ ആൽബമായിട്ട് ഇറക്കിയത്. അതെ അതെ. ഈ ആൽബത്തിൽ അഭിനയിച്ച ആള്? ആൽബത്തിൽ അഭിനയിച്ചത് ഒന്ന് എന്റെ അനിയൻ, പിന്നെ നമ്മുടെ ഷാഹിൻ എന്ന് പറഞ്ഞൊരു ആള് അതിനുള്ളതാ, പിന്നെ നമ്മുടെ കിടക്കുചേട്ടൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ? അതായത് നന്നായിരുന്നു, നല്ല അടിപൊളിയായിട്ട് അത് അവസാനിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി ഒരു മിക്സിംഗിലായിട്ട് നിക്കാം. പിന്നെ അതിൽ വേഷം ഉണ്ട്. വേഷം കെട്ടിക്കുന്നത് നമ്മുടെ ബിജു എന്ന് പറഞ്ഞൊരു ലിസ്റ്റാണ്. ശരി, നമുക്ക് ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കാരണം അത് ഏത് പാട്ടായി നമ്മൾ ഇപ്പോഴും ഇതിലൂടെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പാട്ടാണ് ഇന്നാൾ എഴുതി, നീ തന്നെയാണ് ഇത് പാട്ട് എഴുതി ചിട്ടപ്പെടുത്തിയതും ഒക്കെ നീ തന്നെയാണ് അല്ലേ? എല്ലാം നീ തന്നെ പാടിയതും എല്ലതും നീ തന്നെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കുകയും ചെയ്യാം. 5000 കല്ലുരുട്ടി അടിയും പണുതോരമ്മ, 3000 കല്ലുരുട്ടി മുകളും പണുതോരമ്മ, പൊന്നും തറക്കലെ വാഴും പൊന്നുമല വരത്തമ്മ, പൊന്നും തറക്കലെ വാഴും പൊന്നുമല വരത്തമ്മ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ, ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മാടി ഇറങ്ങണ നേരം, ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മാടി ഇറങ്ങണ നേരം, അരയിലര മണി പൂട്ടി എന്തൊരഴകണൻ്റമ്മേ, അരയിലര മണി പൂട്ടി എന്തൊരഴകണൻ്റമ്മേ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ, പൊന്നുമല വരത്തമ്മേ കല്ലടി കൊടുന്നിറങ്ങേ. സത്യൻ അടിപൊളിയുണ്ടോ ഈ പാട്ട്? കേരളത്തിലെ നാടൻപാട്ട് ടീമുകൾ എല്ലാരും പാടുന്നുണ്ട് കേട്ടോ. കാരണം എന്റെ നാട്ടിൽ തന്നെ ഇതേപോലെ നാടൻപാട്ട് പ്രോഗ്രാമൊക്കെ ആകുമ്പോ ഈ പാട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാട്ട് കൂടിയാണ്. അതിന്റെ ഉറവിടം ഇവിടെ എന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. ഇപ്പോ ശരിക്കും ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും ഒരു അറിവ് തന്നെയായിരിക്കും. ബ്രഹ്മദത്തനാണ് ഈ പാട്ട് എഴുതിയതും പാടിയതും ട്യൂൺ കൊടുത്തതൊക്കെ. എന്തായാലും ഞാൻ അഭിനന്ദനം ഏറ്റെടുത്തല് വളരെ സത്യം പറയാനായത്. ഇതിന്റെ സാഹചര്യം എന്താണ്? ഇപ്പൊ ഇങ്ങനെ എഴുതാൻ സാഹചര്യം എന്ന് പറയുമ്പോ ഇങ്ങനെ പാട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ചധികം അല്ല, ഒരു 2 പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പാട്ടില് നമ്മളൊരു പാട്ട് മലവാഴത്തിൽ പാടുണ്ടായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ പ്രവിച്ചാടൻ പാടിനെയും ഒരു വട്ടം പാടിനെയും അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് എഴുതാൻ സാഹചര്യം വന്നത്. ശരിയാണ്. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് വന്ന വഴികള്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഒരു പ്രേക്ഷകർക്ക് നല്ലൊരു അറിവ് തന്നെയായിരിക്കും. പിന്നെ ഇതിലേക്ക് എത്താനായിട്ടുള്ള കാരണം 3 ആളാണ്. 3 ആൾ പറഞ്ഞാൽ ഞാനിപ്പോ വേഷം ചെയ്യുന്നുണ്ട്. വേഷം ചെയ്യുന്ന എന്ത് വേഷമാണ്? ഞാൻ കരിങ്കാളി ചെയ്യും, മട്ടംപൊടി ചെയ്യും, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ മാണി ഇങ്ങനെ മൂക്കിനകത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അത് എന്നെ പഠിപ്പിച്ചു തന്നതും പിന്നെ പൊട്ട് പഠിപ്പിച്ചു തന്നതും അത് 3 ആൾക്കാരാണ്. ഒരാൾക്ക് ഇല്ല, ഒരാള് മരിച്ചു. അപ്പൊ ആളെനിക്ക് ചെറുപ്പത്തിൽ ചെറിയൊരു മരം ഉണ്ടാക്കിയെന്നുണ്ടായി. അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്നാണ് ഞാൻ കുട്ടി പഠിച്ചത്. നമ്മുടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞ പാപ്പനാണ്. പിന്നെ നമ്മുടെ കിരുമ്പാപ്പൻ ആളാണ്. കിരുമ്പാപ്പൻ എന്ന് പറഞ്ഞ ആളാണ് ആര്യവിള എഴുതിയത്. ആര്യവിള എഴുതി ട്യൂൺ ചെയ്ത ആള് തന്നെ. അങ്ങനെ ആര്യവിള്, പിന്നെ മറ്റേ പൊന്നുമലവാരമേല അതൊക്കെ ആള് ചെയ്തത്. പിന്നെ നമ്മുടെ നിധിൻ എന്ന് പറഞ്ഞൊരു വേറെ പാപ്പൻ, അവരെ കൂടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങാനും ഒരു പ്രചോദനം അവരാണ് കൂടെ സഹായിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബ്രഹ്മദത്തൻ വളരെയധികം സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ. ഈ ഒരു ചെറുപ്രായത്തില് ഇപ്പോ ഏകദേശം ഇത് എഴുതിയിട്ട് ഇപ്പൊ എത്ര വർഷം ഉണ്ടാവും? എഴുതിയിട്ട് ഞാനൊരു 5ൽ പഠിക്കുമ്പോ എഴുതിയതാ. 5ൽ പഠിക്കുമ്പോ എഴുതിയതല്ലേ? പുറത്ത് വരുമ്പോ പുറത്ത് വന്നത് ഞാനൊരു 8, 9, 8 ആകുമ്പോ പുറത്തു വന്നല്ലേ? ഈ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിന് ഇത് പുറത്തേക്ക് വന്നപ്പോ സ്കൂളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണമൊക്കെ? കാരണം ഈ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഫേമസ് ആവുക, നമ്മുടെ പാട്ടുകൾ അറിയാന്ന് പറയുമ്പോ ഒരു നല്ല കാര്യം. ഇനി എഴുതണം കേട്ടോ, ഒരുപാട് പാട്ടുകൾ എഴുതണം, നല്ല നല്ല പാട്ടുകൾ. എന്തായാലും ഒരു പാട്ട് നമ്മൾ വൈറലായി ഉണ്ടെങ്കിൽ കൂടെ എന്തായാലും നമ്മൾ സ്വീകരിക്കാൻ ഇനിയും ആൾക്കാരുണ്ടാവും. അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയതിലൊക്കെ സന്തോഷമുണ്ട്.